അരിപ്പൊടി ഉണ്ടെങ്കിൽ കറിയൊന്നും വേണ്ടാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. 2 പേർക്ക് കഴിക്കാൻ തരത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പയിലേക്ക് വെച്ച് അതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുവാൻ വെച്ചു. പതുക്കെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ ഏത് കപ്പിനാണോ വെള്ളം എടുത്തത് ആ കപ്പിന് 1 കപ്പ് അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിങ്ങനെ ഇളക്കി എടുക്കാം. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് അരിപ്പൊടി, ഇങ്ങനെ കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ, പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടിയാണ്. അതുപോലെ ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതും. നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ ശരിക്കും കുറച്ചൊന്ന് വറ്റാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ ചെറുതീയിൽ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതിങ്ങനെ ഇളക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട്, നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് അത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ചെറിയ ചൂടുണ്ട്, ചൂട് കുറച്ച് കുറഞ്ഞിട്ട് കുഴച്ചാലും മതി. ഞാനിപ്പം കുഴയ്ക്കുകയാണ്. ചെറിയ ചൂടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി യോജിപ്പിച്ച് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുകയല്ലേ, അതുപോലെ ഒന്ന് കുഴച്ച് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റാണ്. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കറിയൊന്നും പ്രത്യേകിച്ച് ഇതിനൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കും. ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തട്ടിലേക്കാണ് ഞാൻ അത് വെച്ച് കൊടുക്കുന്നത്. നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ആക്കി നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി അത് മുഴുവൻ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഗ്യാസിലേക്ക് വെച്ച് നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അല്ലെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞതായാലും മതി. ഞാനിപ്പോൾ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
നമ്മൾ ഉപ്പ് നമ്മൾ പൊടിക്കകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മസാലയിലേക്ക്. അതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയും പച്ചമുളകും വേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി, ജീരകം പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് ഒന്ന് ആ മസാലയെ കൂടി ആ തേങ്ങയിലേക്ക് പിടിക്കുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ഇട്ട് നമുക്ക് അത് മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ആ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ വേവിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഉണ്ട നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉണ്ട നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീർന്നു. നമ്മുടെ പണി ഇത്രയേ ഉള്ളൂ. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, അത്രയേ ഉള്ളൂ, മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ആ തേങ്ങാപ്പീരയും ആ പച്ചമുളകും വേപ്പിലയും സവോളയും എല്ലാം കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടോ? ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉണ്ടോ? വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് അല്ലേ? ഓക്കെ, ബൈ ബൈ.